കെ എം ഷാജഹാൻ മനുഷ്യാവകാശ കമ്മീഷനെ ഒരു പ്രതിയുടെ അമ്മ സമീപിക്കുക, അതിന് തൊട്ടുപുറകെ ഈ മനുഷ്യാവകാശം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ അധികൃതർക്കുള്ളിൽ നിർദ്ദേശവും എത്തിക്കാണും. അങ്ങനെ ഒരു നിർദ്ദേശത്തിന് പുറത്തായിരിക്കും ജയിൽ DGP ഈ തരത്തിൽ എല്ലാ റിപ്പോർട്ടും മറികടന്നുകൊണ്ട് പരോൾ അനുവദിച്ചത്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് അല്ലേ? അതിനകത്ത് അപർണ, എനിക്ക് ഈ 2014 ഈ കൊടിസുനി ഉൾപ്പെടെ ഉള്ളവരെ ശിക്ഷിച്ചുകൊണ്ട് പിന്നെ കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജ് ആർ നാരായണ പിഷാരടി ഇറക്കിയൊരു വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിന് 420 പേജുണ്ട്. അത് ഞാൻ കൃത്യമായി വായിച്ച ഒരാളാണ്. അതിൽ 824 ഖണ്ഡികയിലാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞിട്ടുള്ളൊരു 3-4 വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ജഡ്ജി പറഞ്ഞ ഇതാണ്: ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡഡ്, പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ. ഞാനത് എൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. ദ മോട്ടീവ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ എനിമിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം വ്യക്തിഗതമായ എന്തെങ്കിലും ശത്രുതയായിരുന്നില്ല. ദ മാനർ ഇൻ വിച്ച് ദ മർഡർ വാസ് കമ്മിറ്റഡ് റിവീൽസ് എക്സ്ട്രീം ഡിപ്രേവിറ്റി. ദ ആക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ് വാസ് നോട്ട് ഓൺലി ഇൻഹ്യൂമൻ ബട്ട് റൂത്ത്ലെസ് ആൻഡ് ബാർബാറിക്. ഇതിനപ്പുറത്ത് വല്ല വാചകങ്ങളുണ്ടോ? ഇത് ജഡ്ജി പറഞ്ഞതാണ്. അടുത്ത സെൻറ്റൻസ് ഏറ്റവും പ്രധാനമാണ്. ഇറ്റ് ഷോക്സ് നോട്ട് ഓൺലി ദ ജുഡീഷ്യൽ കോൺഷ്യൻസ് ബട്ട് ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യം ജുഡീഷ്യറിയുടെ മനസാക്ഷിയെ മാത്രമല്ല പൊതുമണ്ഡലത്തിൻ്റെ സംയുക്തമായിട്ടുള്ള മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ആർ നാരായണ പിഷാരടി ഇവരെ പിന്നെ ശിക്ഷിച്ചത്. നമ്മൾ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ആ ശിക്ഷയ്ക്ക് ശേഷം 2024 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 1.5-2 വർഷക്കാലത്തോളം ഈ പ്രതികളെല്ലാം തന്നെ പലതരത്തിൽ പരോളിലായിരുന്നു. പി കെ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ മുൻ ഏരിയ സെക്രട്ടറി, അയാൾ പിന്നെ പരോളിൽ ആശുപത്രി കിടന്നാണ് മരിച്ചത്. അയാളുടെ മരണത്തെക്കുറിച്ചിട്ടൊക്കെ ദുരൂഹതയുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അന്ന് തന്നെ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം ഇവർ പരോളിലായിരുന്നു. ഇനി പരോളിലല്ലാത്ത സമയത്ത് ഇവരെന്താണ് ചെയ്തിരുന്നതെന്നുള്ളത് ശ്രീമതി കെ രമ പറഞ്ഞു. പരോളിൽ കഴിയുന്നതും ജയിലിൽ കഴിയുന്നതും തമ്മിൽ കൊടിസുനിയെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പഞ്ചനക്ഷത്ര സൗകര്യം, യഥാർത്ഥത്തിൽ പരോളിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ അയാൾക്ക് ജയിലിലുണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ. അയാൾക്ക് സിഗരറ്റ് വലിക്കുന്നതിന് സിഗരറ്റ്, അയാൾക്ക് ഫോണിന് ഫോണ്, അയാൾക്ക് തോന്നുന്ന നിലയിലുള്ള ഭക്ഷണം, അയാൾക്ക് ഇഷ്ടമില്ലാത്ത ജയിലുദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യൽ, അയാൾ അതിഭീകരമായി ജയിലുദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ചിട്ട് അയാളെ പിന്നെ ജയിൽ മാറ്റൽ, ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ പ്രവർത്തനം, ജയിലിനകത്തിരുന്ന് സ്വർണം പൊട്ടിക്കൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രമ പറഞ്ഞതുപോലെ 12 കേസുകളിൽ ജയിലിലായിരുന്നപ്പോൾ പ്രതിയായിരുന്ന ആളാണ് പിന്നെ കൊടിസുനി. ആ കൊടിസുനിയെ ഇപ്പോൾ കൊടിസുനിയുടെ പ്രിയപ്പെട്ട മാതാവ് കൊടുത്ത ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പം പരോൾ അനുവദിച്ചിരിക്കുകയാണ്. എന്താ പറയുന്നതെന്നറിയാമോ? 6 വർഷമായിട്ട് 30 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. എനിക്കാണെങ്കിൽ ഒരുപാട് ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. അതുകൊണ്ട് എന്നെ കാണാൻ എൻ്റെ മകനെ അനുവദിക്കണം. ഇതാണ് ആ മാതാവിൻ്റെ ആവശ്യം. ശരി, ആയിക്കോട്ടെ, അവർക്ക് മനുഷ്യാവകാശം ഉണ്ടെന്ന് വന്നോട്ടെ, അതിൽ പ്രശ്നമില്ല. ഒരാഴ്ച വേണമെങ്കിൽ കൊടുക്ക്, നിങ്ങൾ ഒരാഴ്ച കൊടുക്ക്, അല്ലെങ്കിൽ രമ പറഞ്ഞ പോലെ 15 ദിവസം കൊടുക്ക്. എന്നാൽ അതിൻ്റെ പേരിൽ 30 ദിവസം കൊടുക്കുകയാണ്. അതിന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു റെക്കമെൻഡേറ്ററി ബോഡി മാത്രമാണ്. അവരുടെ ഒരു നടപടികളും അംഗീകരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. എന്ന് മാത്രമല്ല, ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞെന്താ? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് മകൻ്റെ പരോളപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പരാതിക്കാരി കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായി മേൽപ്രകാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ
മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കണമെന്ന് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ അതും കൂടി പരിഗണിച്ച് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതവിടെ കിട്ടിയ ഉടനെ തന്നെ കിട്ടുന്ന പാതി കിട്ടാത്ത പാതി അയാൾക്ക് 30 ദിവസം കൊടുക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വന്നില്ല. എന്തായാലും രമ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് അപർണയും ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു. എൻ്റെ ബലമായ സംശയം അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിന് കണ്ണൂരിൽ അരങ്ങൊരുങ്ങിയോ എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. CPM ഒരു കില്ലർ ഗാങ്ങിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള സൂചന വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവർ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള സൂചന വരുന്നുണ്ട്. അത് ആ ക്രൈമിൻ്റെ എഡിറ്ററായിട്ടുള്ള നന്ദകുമാർ അയാളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞത് പാനൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ കില്ലർ ഗാങ് എത്തിയെന്നും ഒരു RSSകാരൻ അവൻ്റെ ജീവഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക, ആ ജില്ലാ സമ്മേളനം നടക്കുകയാണ് തളിപ്പറമ്പിൽ, ആ സമയത്ത് അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കും, അങ്ങനെയാണോ? അതാണോ സംശയം? അവരുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഈ സമയത്ത് 30 ദിവസത്തിന് എന്തിന് പരോളിൽ വിടുന്നു? അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു അതായത് അടിച്ചാൽ RSS തിരിച്ചടിക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതി CPMനകത്ത് കണ്ണൂരിൽ തയ്യാറായി വരുന്നുണ്ടെന്നുള്ളൊരു വിവരം കൂടി. അപ്പൊ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുമ്പോൾ എന്തോ ദുരൂഹമായ സംഭവം ഈ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു പറഞ്ഞതുപോലെ എന്താണ് ഇതിന്റെ അജണ്ട എന്നുള്ളത്